ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാട്ടത്തെ കിളിക്കൂടിൽ സുഭാഷേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് കവിതയായിരുന്നു. ഫോൺ എടുത്ത പാടെ തന്നെ അവൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ, നല്ല രീതിക്ക് തന്നെ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, നമ്മൾ പെട്ടെന്ന് ഓക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ നമ്മളന്ന് സംസാരിച്ചതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ലല്ലോ, നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ആ മീറ്റ് ചെയ്യാമല്ലോ, പക്ഷേ ഞാനിപ്പോൾ വർക്കിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷം പറ്റുമോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ആ ഓക്കെ ഓക്കെ, ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാണാം, എന്നാൽ 2 മണിക്ക് കാണാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ കോൾ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ തന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ അവനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഇത് ഏതാ, പഴയ ആളാണോ എന്നൊക്കെ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതേടാ ഇത് പിന്നെ റെഡിയായി. എന്താണെന്ന് അറിയില്ല, എനിക്കൊരു സംശയം. കാരണം ആദ്യം വരെ വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു, പിന്നെ അവർ വേണമെന്ന് പറയുന്നു. എന്തോ ഒരു സംശയം, എന്തായാലും പോയി നോക്കട്ടെ. അപ്പോൾ അയാൾ സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, ചിലപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് ബന്ധങ്ങൾ വന്നിട്ട് ഒന്നും ഇഷ്ടമാവാതെ സുഭാഷ് ഏട്ടൻ മാത്രമാണെങ്കിൽ ഓക്കെ ആയത്. അത് കേട്ടപ്പോൾ സുഭാഷിന് സന്തോഷത്തോടു കൂടി ചിരിച്ചിട്ട് പറയുന്നുണ്ട്, അങ്ങനെ ആവട്ടെ എന്ന്. അങ്ങനെ സുഭാഷ് അവിടുന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് കേട്ടോ. കവിതയാണെങ്കിൽ സുഭാഷ് ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഭാഷ് ആണെങ്കിൽ വേഷം പോലും മാറാതെയാണ് കേട്ടോ, കാവിമുണ്ടും ഷർട്ടും ഇട്ടിട്ട് സാധാരണ ഒരു പണിക്കാരനെ പോലെയാണ് അങ്ങോട്ട് കയറി ചെന്നത് കേട്ടോ. അങ്ങനെ അവളെ കണ്ടപ്പാടെ അവൾ ഇരിക്കുന്ന സീറ്റിലേക്ക് അവൻ പോവാണ് കേട്ടോ. അപ്പോൾ അവളും ചിരിച്ചുകൊണ്ട് അവനെ വെൽക്കം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് അവൻ്റെ ഡ്രസ്സിലേക്ക് നോക്കിയിട്ട് മുഖം ഒരു എന്താ പറയുക, ഒരു ഇഷ്ടമില്ലാത്ത രീതിക്ക് മാറ്റുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓ സോറി, ഞാൻ പണിയെടുക്കുന്നിടത്തുനിന്ന് പെട്ടെന്ന് വന്നതാണ്, അപ്പോൾ എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ അവൾ പറയുന്നത്, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ഇരിക്കൂ. അങ്ങനെ പിന്നെ അവർ ജസ്റ്റ് ഫുഡ് കഴിച്ചു, അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് പിന്നെ അവൾ പറയുന്നത്, അല്ല സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓ സുഖം സുഖം, അല്ല നിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്ക് സുഖമാണ്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതൊന്നും മറന്നില്ലല്ലോ. അപ്പോൾ അവൻ പറയുകയാണ്, അതെങ്ങനെ മറക്കാനാ, ജസ്റ്റ് 3 മാസമല്ലേ ആയിട്ടുള്ളൂ നമ്മൾ കണ്ടിട്ട്. അങ്ങനെയൊക്കെ അവർ ഓരോ കുശലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. അങ്ങനെ കവിത പറയുന്നുണ്ട്, എന്തൊക്കെയല്ലേ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്, ഞാൻ ഒരിക്കലും പിന്നീട് നമ്മൾ കാണുന്നോ സംസാരിക്കുന്നോ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല ആദ്യം ഇത് വേണ്ടാന്ന് വെച്ചതാണല്ലോ, പിന്നെ എങ്ങനെ ഇത് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി? അപ്പോൾ അവൾ പറയാണ്, എനിക്കൊരുപാട് ആലോചന പിന്നെ വന്നു, പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ വീട്ടുകാർക്കാണെങ്കിൽ സുഭാഷ് ഏട്ടൻ അന്ന് പരിപ്പോട് ഉണ്ടാക്കാൻ പറഞ്ഞ ഇന്നസെൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്കും. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു സുഭാഷ് ഏട്ടൻ്റെ ഞാൻ എന്തായാലും കംഫർട്ടായിരിക്കുന്നു. അങ്ങനെയാണ് പിന്നെ ഈ കാര്യം ഒന്നുകൂടെ ചിന്തിച്ചത്. അത് കേട്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു അപ്രിസിയേഷനൊക്കെ കിട്ടുന്നത്. അവന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവളും നല്ല ഹാപ്പിയിലാണ് സംസാരിക്കുന്നത്. അതിനിടയിൽ തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ ഭാവി കാര്യങ്ങൾ എന്താണത് പ്ലാൻ ചെയ്യണ്ടേ? അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്ത് ഭാവി കാര്യങ്ങൾ, അത് കല്യാണമല്ലേ, നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതല്ല, നമുക്ക് വീട് മാറി താമസിക്കണ്ടേ, അതെങ്ങനെയാണ്, 2 നിലയുള്ള വീടാണോ, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണ്ടേ? അത് കേട്ടപ്പോൾ സുഭാഷ് ഏട്ടൻ നന്നായിട്ട് ഷോക്കാവുന്നുണ്ട് കേട്ടോ. കാരണം പേടിച്ച കാര്യം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നൊരിക്കലും ഇത് വേണ്ടാന്ന് വെച്ചതാണല്ലോ. കവിത പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ പറയുന്നുണ്ട്, അല്ല നമ്മൾ എവിടെയാണ് വീട് നോക്കുന്നത്, അതായത് എൻ്റെ വീടിൻ്റെയും സുഭാഷ് ഏട്ടൻ്റെ വീടിൻ്റെയും നടുവിൽ തന്നെ മതി കേട്ടോ. അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അല്ല എന്തിനാ അപ്പോൾ വീട് മാറുന്നത്, ആ വീടിന് എന്താ കുഴപ്പം, അതൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്താൽ മതി, ഓക്കെ ആകും. പിന്നെ അതുമല്ല, ആ വീട്ടിലാണെങ്കിൽ അരീഷിന് വർക്കിന് പോകാനും നികേഷിന് ക്ലാസ്സിന് പോകാനും അതുപോലെ തന്നെ സുധീഷിന് കാറ് പാർക്ക് ചെയ്യാനൊക്കെ ഇടമുണ്ട്. നമ്മളിപ്പോൾ എന്തിനാ വേറെ മാറുന്നത്, ആ വീട്ടിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കേട്ടപ്പോൾ നമ്മുടെ കവിതയും ഷോക്കാവുന്നുണ്ട് കേട്ടോ. കാരണം അതന്ന് പറഞ്ഞു ഉറപ്പിച്ച കാര്യമില്ല, പിന്നെ സുഭാഷ് ഏട്ടൻ എന്താ ഈ മാറ്റി പറയുന്നത് അവൾക്കും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല സുഭാഷ് ഏട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്, ഇത് നമ്മൾ തീരുമാനിച്ച കാര്യമില്ല, നിയമാരൊന്നും പറഞ്ഞില്ലേ? അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ആര് തീരുമാനിച്ചു, ഞാനിത് ഓക്കെ ആദ്യം തന്നെ വേണ്ടാന്ന് പറഞ്ഞ കാര്യമില്ല, ഞാൻ ഓക്കെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എന്ത് പറ്റി? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതല്ല സുഭാഷ് ഏട്ടാ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് അനിയന്മാർ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അവർ സമ്മതിച്ചതാണല്ലോ എല്ലാവരും കൂടെ. അത് കേട്ടപ്പോൾ സുഭാഷ് ഏട്ടൻ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. അവർ സമ്മതിച്ചോ, ഞാൻ ആ വീട് വിട്ടു പോകാൻ അവർ സമ്മതിച്ചോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ, അവരതൊക്കെ പറഞ്ഞ കാര്യമാണ്, എല്ലാം തീരുമാനിച്ചു, പിന്നെ കല്യാണം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ അതിനൊക്കെ തയ്യാറാണ്, കുഴപ്പമൊന്നുമില്ല, സുഭാഷ് ഏട്ടനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്നൊക്കെ അവർ പറഞ്ഞതാണെന്ന്. അവൾക്കും നല്ല വിഷമമുണ്ട് കേട്ടോ, കാരണം ഒരുപാട് പ്രതീക്ഷിച്ചല്ലോ. അതും കൂടെ കേട്ടപ്പോൾ സുഭാഷ് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് പോയി സത്യത്തിൽ കേട്ടോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ പെട്ടെന്ന് എണീറ്റ് ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പോവാണ് കവിത, എനിക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. കവിതയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹാളിൽ വട്ടം കൂടി ഇരുന്നിട്ട് കല്യാണത്തിന് വേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എഴുതുന്ന ഹരീഷിനെയും നിധിയെയും സുധീഷിനെയാണ് കേട്ടോ. അപ്പോഴാണ് സുഭാഷ് ഏട്ടൻ കയറി വരുന്നത്. സുഭാഷ് ഏട്ടൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ അവരെല്ലാവരും ഷോക്കാവുന്നുണ്ട്. കാരണം ഈ നേരത്തെ ഏട്ടൻ വരാറില്ലല്ലോ. അപ്പോൾ പിന്നെ സുധീഷ് പറയുന്നുണ്ട്, ഏട്ടൻ എന്താ ഈ നേരത്തെ, പണി കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി മീൻ മേടിച്ചിട്ട് വരാം, സുഭാഷ് ഏട്ടൻ നല്ലൊരു കറി ഉണ്ടാക്കുന്നു കേട്ടോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, മുഖത്തടിച്ച പോലെ പറയാണ് കേട്ടോ, ഞാനതിനുണ്ടാക്കണം, നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ പോരെ, എല്ലാവർക്കും പ്രാക്ടീസ് ആവണ്ടേ? എന്നിട്ട് ആ ചെയറിൽ ഇങ്ങനെ താടിക്ക് കൈ ഊന്നിരിക്കുക. അപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി സംഭവം അത്ര നല്ല പന്തിയല്ല, എന്തോ സുഭാഷ് ഏട്ടൻ അറിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ സുഭാഷ് ഏട്ടൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇവരെല്ലാവരും നെഞ്ചിൽ തീ വെച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ സുധീഷ് കാര്യമൊന്നും മയക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ചോദിക്കുന്നുണ്ട്. പക്ഷേ സുഭാഷ് ഏട്ടൻ അതിനൊക്കെ നല്ല രീതിക്ക് റിപ്ലൈ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, അല്ല നിങ്ങളെല്ലാവരും കൂടെ എന്നെ പുറത്താക്കാൻ നോക്കുകയല്ലേ, അപ്പോൾ നിങ്ങൾക്കെല്ലാം പ്രാക്ടീസ് ആവണ്ടേ, ഇനി എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളൂ. എന്നിട്ട് പിന്നെ നിധിനോട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, മോളെ ഞാൻ പറയുന്നത് തെറ്റായിട്ടൊന്നും വിചാരിക്കേണ്ട, നീ റൂം പോയിരുന്നോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല സുഭാഷ് ഏട്ടൻ എന്ത് പറ്റി? അപ്പോൾ അവൻ പറയുകയാണ്, ഞാനിപ്പോൾ കവിതേനെ കണ്ടിട്ടാണ് വരുന്നത്, അവളെൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പോൾ എന്നെ ഇവിടുന്ന് പുറത്താക്കണം എന്നായിരുന്നല്ലേ? അത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കാവുന്നുണ്ട് കേട്ടോ.
അപ്പോൾ സുഭാഷ് ചേട്ടൻ വീണ്ടും പറയാണ്, ഞാൻ ആ കുട്ടീനെ ഒരിക്കൽ കണ്ടിട്ടുമുണ്ട്, അവൾ എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞതാണ്, എനിക്കിത് ആദ്യം അറിയാം, അന്നേ ഞാൻ അവളോട് പറഞ്ഞതാണ് ഈ കാര്യമാണെങ്കിൽ എനിക്ക് സമ്മതമല്ല, നീ വേറെ ആളെ പോയി തേടി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നതാണ്. അപ്പം ആ കാര്യം വീണ്ടും ആവർത്തിച്ചപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതെന്തോ ഒരു സംഭവമാണ്. പിന്നെ നിങ്ങളെ ഫേസ് കാണുമ്പോഴും കൂടി നിന്നുള്ള സംസാരം കാണുമ്പോഴും എന്തോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന് ഞാനും കരുതി. പക്ഷെ അത് ഇത്രത്തോളം വലിയൊരു കള്ളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്നൊക്കെ പറയാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല എന്താ സുധീഷ നീ പറഞ്ഞത് എൻ്റെ അടുത്ത്, അല്ല അവർക്ക് പിന്നെ ഓക്കെ ആയി, ഇത് ആലോചിച്ചപ്പോൾ അവർക്ക് പിന്നെ ഓക്കെ ആയി, എന്നെ തന്നെ വേണമെന്നല്ലേ, എന്തൊരു കള്ളാണ് നിങ്ങൾ എന്നോട് പറയുന്നത്. ഓക്കെ, ഞാൻ ഇവിടുന്ന് പോകണമെന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം, അങ്ങനെ ആവട്ടെ, ഞാൻ ഇവിടുന്ന് പോയി തന്നേക്കാം, നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക. സുഭാഷ് ചേട്ടൻ ഈ പറഞ്ഞ ഒന്നും കേട്ട് നിൽക്കാൻ അവർക്ക് ആർക്കും ത്രാണി ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവർക്കും സുഭാഷ് ചേട്ടൻ നല്ലൊരു ജീവിതം വേണമെന്ന് വെച്ചിട്ടാണല്ലോ അവർ ഈ ഒരു കള്ളം പറഞ്ഞത്. പക്ഷേ സുഭാഷ് ചേട്ടൻ്റെ ഈ വാക്കുകൾ അവർക്ക് ആർക്കും താങ്ങാനേ കഴിയുന്നില്ല. മനസ്സൊക്കെ ഇങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞു, ഞാനെല്ലാം അറിഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ ഞാൻ അറിഞ്ഞു, അവൾ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ ഈ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ കല്യാണം വരെ ഇതിങ്ങനെ നീങ്ങിപ്പോവില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഞാനത് അറിയുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടുന്ന് പോകണം, എന്നെ ഇവിടുന്ന് പുറത്താക്കണം അല്ലേ, അതും എന്നോട് പോലും ആലോചിക്കാതെ. കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നികേഷിനോട് പറയുന്നുണ്ട്, ഏട്ടാ നികേഷ് ഞാനില്ലാതെ നിനക്കോട് ജീവിക്കാൻ പറ്റുമല്ലേ? അപ്പോൾ നികേഷ് ഫ്രണ്ടിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല ഏട്ടാ അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല, സുഭാഷ് ചേട്ടൻ അറിഞ്ഞൂടെ, പക്ഷെ ഞാൻ ഓർത്തു സുഭാഷ് ചേട്ടന് നല്ല ലൈഫ് കിട്ടട്ടെ, ഞങ്ങൾ കാരണം സുഭാഷ് ചേട്ടന് സന്തോഷം ഇല്ലാതാവാൻ പാടില്ലല്ലോ. എന്താടാ പറഞ്ഞേ, നിങ്ങളില്ലെങ്കിൽ ഞാൻ ഹാപ്പി ആവുന്നോ? ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾ തന്നെ അങ്ങനെ തീരുമാനിക്കുകയാണല്ലേ. എൻ്റെ സന്തോഷം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും ഇത്ര കാലമായിട്ട് മനസ്സിലായിട്ടില്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴല്ലേ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നത്. ഇപ്പം ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ? കല്യാണം കഴിച്ച് ഞാൻ ഹാപ്പി ആവും നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങളെല്ലാവരുമാണ് എൻ്റെ ഹാപ്പിനെസ്, നിങ്ങളാണ് എൻ്റെ സന്തോഷം. നിങ്ങൾ സന്തോഷിക്കുന്നതോട് കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലാതെ കല്യാണം കഴിച്ചാൽ മാത്രമാണോ സന്തോഷം ഉണ്ടാവുക? ഞാനത് വിശ്വസിക്കുന്നില്ല. പിന്നെ നിങ്ങളെന്തിനാ എൻ്റെ കാര്യത്തിൽ വെറുതെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്? അതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ പതനം എന്നൊക്കെ പറയാം കേട്ടോ. അത് കേട്ടപ്പോൾ എല്ലാവരും ടെൻഷൻ ആവാണ്. അങ്ങനെ ഹരീഷ് പറയുന്നുണ്ട്, അതല്ല സുഭാഷ് ചേട്ടാ, ഞങ്ങൾക്കൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ എത്ര കാലം സുഭാഷ് ചേട്ടൻ ഞങ്ങൾക്ക് വെച്ച് വിളമ്പി ഞങ്ങൾ നോക്കി നിൽക്കും. സുഭാഷ് ചേട്ടനില്ലൊരു ലൈഫ് അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തീർക്കണം എന്നാണോ തലവര? അല്ലല്ലോ, ഞങ്ങളെല്ലാവരും ഇതുപോലെ പോവില്ലേ, അപ്പോൾ സുഭാഷ് ചേട്ടൻ ഒറ്റയ്ക്കാവില്ലെന്നൊക്കെ അവൻ പറയാൻ കേട്ടോ. അപ്പോൾ സുഭാഷിനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, ദേഷ്യമാണ് മുന്നിൽ. അങ്ങനെ പിന്നെ സുധീഷും പറയുന്നുണ്ട്, അതന്നെ സുഭാഷ് ചേട്ടൻ, അതാണ് സത്യം, ഞങ്ങൾക്ക് ആർക്കും സുഭാഷ് ചേട്ടനെ പറ്റി അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല, സുഭാഷ് ചേട്ടൻ്റെ സന്തോഷമൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷേ സുഭാഷ് ചേട്ടന് ജീവിതം വേണ്ടേ? ഞങ്ങളെല്ലാവരും ഒരു കാലത്ത് കല്യാണം കഴിച്ച് പോവില്ലേ? അപ്പം അതൊക്കെ വേണ്ട കാര്യം തന്നെയല്ലേ, അപ്പോൾ എന്തിനാ അങ്ങനെ ഒരു സീൻ? നികേഷും ഈ കാര്യം തന്നെയാട്ടോ സുഭാഷ് ചേട്ടനോട് പറയുന്നത്. 3 പേരും ഒരേ കാര്യം തന്നെ പറഞ്ഞപ്പോൾ സുഭാഷ് ചേട്ടൻ്റെ നിയന്ത്രണം നല്ലോണം തെറ്റുന്നുണ്ട്. എനിക്ക് കല്യാണം നോക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെ? ഇല്ലല്ലോ, പിന്നെ നിങ്ങളെന്തിനാ അങ്ങനെ തീരുമാനിക്കുന്നത്? പോട്ടെ, നിങ്ങൾക്കുണ്ടായിരിക്കും, ഏട്ടൻ്റെ കല്യാണം നടന്നിട്ടില്ലല്ലോ, അതൊക്കെ, അതിന് ഞാൻ വന്നില്ലേ നിങ്ങളുടെ കൂടെ, ആരെ വേണമെങ്കിലും കാണാൻ. പക്ഷേ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഞാൻ ഇവിടുന്ന് മാറി താമസിച്ച് ഞാൻ സന്തോഷിക്കുന്നു? അങ്ങനെ തോന്നുന്നുണ്ടോ? സുഭാഷിന് അത് പറ്റില്ല, എനിക്കൊരിക്കലും അതിന് കഴിയില്ല. എൻ്റെ ഹാപ്പിനെസ് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ്, ഞാൻ സന്തോഷിക്കുന്നത് നിങ്ങളെ കൂടെയാണ്. നിങ്ങൾക്ക് വെച്ച് വിളമ്പി തന്ന് നിങ്ങളത് ഉണ്ട് ഉറങ്ങുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് എനിക്ക് എവിടെ നിന്നും കിട്ടില്ല. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഞാൻ കല്യാണം കഴിക്കാം, പക്ഷേ ആ കുട്ടി ഇവിടെ ജീവിക്കണം, എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കണം, അല്ലാണ്ട് എനിക്ക് മാറി താമസിച്ച് ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരിക്കും, പക്ഷേ എൻ്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ വാശി പിടിക്കരുത്. എന്നിട്ട് സുഭാഷ് ചേട്ടൻ നിധിനോട് പറയാണ്, നിനക്കും അറിയായിരുന്നു, പക്ഷെ നീ എന്നോടത് മറച്ചു വെച്ചു. ഓക്കെ, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ ഈ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, മനസ്സിലായോ? എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പോൾ എല്ലാവരും ഷോക്കാവുന്നുണ്ട് കേട്ടോ. കാരണം എല്ലാം ഒരുവിധമൊക്കെ ഫിക്സ് ചെയ്തതല്ല, അവരോട് വന്നു ഇവരവിടെ പോയൊക്കെ ഉറപ്പിച്ചിട്ട് സുഭാഷ് ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കാണിച്ചിരുന്ന ഓരോ പെൺകുട്ടികൾക്കും ഈ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ല, ഇവിടുന്ന് മാറിയൊരു കല്യാണം എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ അനിയന്മാരെ വിട്ടിട്ട് എവിടെയും പോയി താമസിക്കേണ്ട, അതിൽ എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നിർത്തുകയാണ് കേട്ടോ സുഭാഷ് ചേട്ടൻ. അപ്പോഴാണ് നിധിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത്. അത് കവിതയായിരുന്നു. അപ്പോൾ സുഭാഷ് ചേട്ടൻ കയ്യിൽ നിന്ന് ഫോൺ മേടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അവളോട് പറയാതെ പോകുന്നത്, അത് മോശമായി, എന്തായാലും വിളിച്ച് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കവിത ഹലോ ചോദിക്കുമ്പോഴേക്ക് സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ പറഞ്ഞ തീരുമാനത്തോട് യോജിക്കാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഇനി എനിക്ക് ഒന്നും പറയാനില്ല, എനിക്ക് എൻ്റെ അനിയന്മാരെ വിട്ട് വരാൻ കഴിയില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ അവിടെ നിന്ന് ഒന്നും പറയാതെ പോയത് മോശമായിപ്പോയി എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എൻ്റെ അനിയന്മാർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു, അവരെന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. കവിതയ്ക്കാണെങ്കിൽ ആകെ വിഷമാവുന്നുണ്ട്. കവിത കോള് കട്ട് ചെയ്തപ്പോൾ സുധീഷ് പറയുന്നുണ്ട് സുഭാഷ് ചേട്ടനോട്, സുഭാഷ് ചേട്ടൻ്റെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നല്ലോ ഞങ്ങൾക്ക് സുഭാഷ് ചേട്ടൻ ഇവിടുന്ന് പോകുന്ന സന്തോഷമാണെന്ന്. അങ്ങനെയൊന്നും പറയല്ല ഏട്ടാ, ഏട്ടനില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ ഓർക്കുന്നത് ഏട്ടന് നല്ലൊരു ലൈഫ് കിട്ടുമല്ലോ, ഹാപ്പി ആയിട്ട് ജീവിക്കുമല്ലോ, അതാണ് ഞങ്ങൾ ഓർത്തത്, അല്ലാതെ വേറെ ഒന്നും പറയല്ല ഏട്ടാ. അപ്പോൾ നികേഷ് അതന്നെയാണ് കേട്ടോ പറയുന്നത്. ഞാനും എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമോ സുഭാഷ് ചേട്ടാ, പക്ഷേ ഇവരെല്ലാവരും കൂടിയാണ് എന്നെ കൺവിൻസ് ചെയ്തത്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്,
ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ 4 പേരും കൂടുമ്പോഴല്ലേടാ നമ്മുടെ സ്നേഹം ഉണ്ടാവുന്നത്. എനിക്ക് നിങ്ങളില്ലാതെ എന്തായാലും പറ്റില്ല. നിങ്ങളാണ് എൻ്റെ സ്നേഹം, എൻ്റെ സന്തോഷം, എല്ലാം നിങ്ങളാണ്. അത് വിട്ടിട്ട് എനിക്കൊരു ജീവിതം ഒന്നും വേണ്ട, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ ഞാൻ ഒരിക്കലും സന്തോഷവാനാവില്ല. അപ്പോഴേക്കും 3 പേരും സങ്കടത്തോടെ വന്ന് ഏട്ടനെ കെട്ടിപ്പിടിച്ച് സോറി പറയാണ് കേട്ടോ. പിന്നെ പരസ്പരം കേക്കിളേക്കും കൊണ്ട് അവരെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് കണ്ട് നിധി നല്ല നിർവൃതിയോടെ നിൽക്കുകയാണ്. ആ സഹോദരങ്ങളുടെ ആ സ്നേഹബന്ധം അത്രയും മനോഹരമായിരുന്നു. ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ, ബൈ, താങ്ക് യു.